ലോകത്തിലെ സപ്താത്ഭുതങ്ങളിലൊന്നായ ഈ ലീനിയർ ടവർ ഓഫ് പിസ നിങ്ങളിൽ പലർക്കും അറിയാവുന്നതായിരിക്കും. എന്നാൽ ഇതിനെയെല്ലാം കവച്ചു വെക്കുന്ന ഡൈനാമിക് ആർക്കിടെക്ചർ എന്ന് വിളിപ്പേരുള്ള ഒരു മഹാത്ഭുതം നമ്മുടെ ഭാരതത്തിലുണ്ട്. 1000 വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച് യുനെസ്കോയുടെ ലോക പൈതൃക ചിഹ്നങ്ങളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ട അന്യഗ്രഹ ജീവികളാൽ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതിയിരുന്ന തമിഴ്നാട്ടിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിന്റെ ചരിത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അഞ്ചത് പെരുവുടയാർ കോവിലെന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. 1987 യുനെസ്കോ ലോക പൈതൃക ചിഹ്നങ്ങളിലൊന്നായി ഈ ക്ഷേത്രത്തെ അംഗീകരിക്കുകയും ചെയ്തു. 1886 വരെ ഈ ക്ഷേത്രത്തെ പറ്റി പല രീതിയിലുള്ള കഥകൾ ആളുകൾക്കിടയിൽ നിലനിന്നിരുന്നു. ചിലർ പറഞ്ഞത് കരികാല ചോളനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത് എന്നാണ്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞത് അന്യഗ്രഹ ജീവികളാണ് ഇതിന്റെ പിറകിൽ എന്നുള്ളതായിരുന്നു. ശേഷം 1886 ജർമ്മൻ ആർക്കിയോളജിസ്റ്റായ ഹൂൾസിൻ ഈ ക്ഷേത്രത്തിൽ ചില പഠനങ്ങൾ നടത്താൻ തുടങ്ങി. അദ്ദേഹം 10 വർഷം ഈ ക്ഷേത്രത്തിൽ ഒട്ടനേകം പഠനങ്ങൾ നടത്തി. അവസാനം രാജരാജ ചോളനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇനി എന്തുകൊണ്ടായിരിക്കും രാജരാജ ചോളൻ ഇങ്ങനെയൊരു ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിക്കാനുള്ള കാരണം? ഒരിക്കൽ യുദ്ധത്തിനായി ശ്രീലങ്കയിലേക്ക് പോയ രാജരാജ ചോളൻ അവിടെ ബുദ്ധന്റെ പടുകൂറ്റൻ പ്രതിമകൾ കാണാൻ ഇടയായി. ഇത് കണ്ട രാജരാജ ചോളന് താൻ ഏറെ ആരാധിക്കുന്ന ശിവലിംഗവും ഇത്തരത്തിൽ നിർമ്മിക്കുക എന്ന ആഗ്രഹം മനസ്സിലുണ്ടായി. അങ്ങനെ ശിവന് വേണ്ടി അതിബ്രഹ്മാണ്ഡമായ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഈ ഒരു ക്ഷേത്രത്തിന്റെ ആർക്കിടെക്ചറായി തെരഞ്ഞെടുത്തത് കുഞ്ചനമല്ലൻ പെരുന്തച്ഛനെ ആയിരുന്നു. അങ്ങനെ ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചയിൽ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. എന്നാൽ ഇത്രയും വലിയ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ഒരു ഭീമൻ തുക തന്നെ വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ രാജരാജ ചോളൻ ജനങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചു. അവരെല്ലാവരും അതിനുവേണ്ട സഹായം നൽകുകയും ചെയ്തു. തഞ്ചയിൽ നിന്ന് 80 കിലോമീറ്റർ ദൂരെയുള്ള പുതുക്കോട്ടയിൽ നിന്ന് 1,60,000 ടൺ ഭാരമുള്ള പാറക്കല്ലുകൾ 3000 ആനകളുടെയും 5000 കുതിരവണ്ടികളുടെയും 1000ഓളം പശുക്കളുടെയും സഹായത്തോടു കൂടി തഞ്ചയിലേക്ക് എത്തിച്ച് 1003 ക്ഷേത്രത്തിന്റെ പണികൾ തുടങ്ങിയത്. ഇതിൽ തന്നെയുള്ള ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ ഏറ്റവും മുകളിലായിട്ടിരിക്കുന്ന 80 ടണ്ണോളം ഭാരമുള്ള ബ്രഹ്മമന്ത്രക്കാലില് അക്കാലത്ത് എങ്ങനെയാണ് അവിടെ വെച്ചതെന്ന് ഇന്നും ചുരുളഴിയാതെ കിടക്കുന്ന ഒരു രഹസ്യമാണ്. രാജരാജ ചോളന് മാത്രമേ ഈ രഹസ്യത്തെപ്പറ്റി അറിയുകയുള്ളൂ. 7 പനയോളം ഉയരമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഇന്ന് വരെ ഇതിന്റെ രഹസ്യം ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കുഞ്ചരമല്ലൻ പെരുന്തച്ഛന്റെ മേൽനോട്ടത്തിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെയും 100 കണക്കിന് ആനകളുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് 7 വർഷമെടുത്ത് 1010 ക്ഷേത്രത്തിന്റെ പണികൾ പൂർത്തിയാകുന്നത്. ഇന്നത്തെ എഞ്ചിനീയറിംഗ് വർക്ക്സിനെയൊക്കെ വെല്ലുന്ന രീതിയിലാണ് അന്നത്തെ കാലത്ത് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത്. ഡൈനാമിക് ആർക്കിടെക്ചർ എന്നാണ് അമ്പലത്തിന്റെ ഈ നിർമ്മാണ രീതിയെ വിളിക്കുന്നത്. ഈ നിർമ്മാണ രീതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കഠിനമായ പ്രകൃതിക്ഷോഭങ്ങളെ പോലും ഈ ക്ഷേത്രത്തിന് അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതുവരെ 6 ഭൂമികുലുക്കങ്ങളെയാണ് ഈ ക്ഷേത്രം അതിജീവിച്ചത്. ചോളരുടെ ഭരണത്തിന് ശേഷം പിന്നീട് വന്ന മാലിക്, നവാബ്, സുൽത്താൻ തുടങ്ങിയവരെല്ലാം ക്ഷേത്രത്തിലെ അമൂല്യമായ വസ്തുക്കളെ കൊള്ളയടിച്ചു. പല രീതിയിലുള്ള യുദ്ധങ്ങൾ കാരണം ചില കേടുപാടുകളും ഈ ക്ഷേത്രത്തിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ എല്ലാ കല്ലുകളിലും, തൂണിലും, ചുവരിലും, ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ബ്രഹ്മമന്ത്രക്കല്ലിലും ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി സഹായിച്ച എല്ലാ ആളുകളുടെയും പേരുകൾ തമിഴിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഇന്നും നമുക്ക് അവിടെ പോയാൽ ഇത് കാണാൻ സാധിക്കും. രാജരാജ ചോളന്റെ കൽപ്പന പ്രകാരമാണ് ഇങ്ങനെ ചെയ്തത്. ചോളരുടെ ഭരണകാലത്ത് കേവലം ഒരു ക്ഷേത്രം മാത്രമായിരുന്നില്ല ഇത്. വ്യാപാരം ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ അമൂല്യമായ ഒരുപാട് രത്നങ്ങളും വൈരങ്ങളും മറ്റനേകം അമൂല്യ വസ്തുക്കളും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്നു. ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത അളവിലുള്ള നിധിശേഖരമായിരുന്നു അന്നത്തെ കാലത്ത് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പല യുദ്ധങ്ങളുടെയും വിദേശ ശക്തികളുടെയും കടന്നുകയറ്റത്തിന്റെ ഫലമായി അതൊക്കെ കൊള്ളയടിക്കപ്പെട്ടു. തമിഴ് അക്ഷരമാലകളുടെ എണ്ണത്തിനനുസരിച്ചാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ശിവലിംഗം 12 അടിയാണ്. തമിഴ് അക്ഷരമാലയിൽ 12 ഉയരെഴുത്തുകൾ അഥവാ സ്വരാക്ഷരങ്ങളാണ് ഉള്ളത്. ശിവലിംഗ പീഠം 18 അടിയാണ്. തമിഴ് മെയ് എഴുത്തുകളും അതായത് വ്യഞ്ജനാക്ഷരങ്ങളും 18 എണ്ണമാണ് ഉള്ളത്. ഗോപുരത്തിന്റെ ഉയരം 216 അടിയാണ്. തമിഴിൽ 216 ഉയർമെയ് എഴുത്തുകളാണ് ഉള്ളത്. ഇനി ശിവലിംഗവും ക്ഷേത്രത്തിലുള്ള കാളയുടെ ശില്പവും തമ്മിലുള്ള ദൂരം 247 അടിയാണ്. 247 അക്ഷരങ്ങളാണ് ആകെ തമിഴ് അക്ഷരമാലയിൽ ഉള്ളത്. താജ്മഹൽ പോലെ തന്നെ വളരെ അത്ഭുതകരമായ ഒരു നിർമ്മിതിയാണ് ഈ ബൃഹദീശ്വര ക്ഷേത്രം.
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ ഒന്ന് സന്ദർശിക്കുക.